യേശുവിൽ പ്രിയപ്പെട്ടവരെ, ശതാധിപൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഭവനം അദ്ദേഹത്തിന് ഉണ്ട് തന്നെ. എന്നിട്ടും അയാൾ പറയുന്നു ഈശോയെ സ്വീകരിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്ന്. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത ഇല്ലായ്മയായിരിക്കാം സൂചിപ്പിക്കുക. കാരണം അങ്ങനെയുള്ളൊരു ചിന്തയോടുകൂടിയാണല്ലോ ലത്തീൻ കുർബാന ക്രമത്തിൽ ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പ് ദൈവജനം പ്രാർത്ഥിക്കുന്നത്, കർത്താവെ അങ്ങൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു വാക്കരുൾ ചെയ്ത് സുഖപ്പെടുത്തണമേ എന്ന്. നമുക്ക് ഈശോയെ സ്വീകരിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാവുകയും അതിനുള്ള യോഗ്യത ഇല്ലല്ലോ എന്നുള്ള എളിമയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ നമ്മുടെ ഹൃദയങ്ങളെ യോഗ്യമാക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്നു. അതാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എഴുന്നള്ളി വരുന്ന ഈശോ സ്ഥിരമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ യോഗ്യത നിലനിർത്തക്ക രീതിയിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈശോയ്ക്ക് നിരക്കാത്ത മനോഭാവങ്ങളും ചിന്താഗതികളും നമ്മുടെ ഹൃദയത്തിൽ വരാതിരിക്കാൻ നമുക്ക് നോക്കാം. അങ്ങനെ എന്നും ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. ശതാധിപനെ പോലെയുള്ള ആഴമായ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ദൂരെ നിന്നൊരു വാക്കരുൾ ചെയ്ത് നമ്മെ സുഖപ്പെടുത്താൻ അവിടത്തേക്ക് സാധിക്കുമെന്ന്. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.